യാത്രയുടെ പാതിയിലെത്തിയപ്പോഴേക്കും തൊട്ടടുത്തിരുന്ന അപരിചിതനായ സഹയാത്രികൻ എൻ്റെ തോളിലേക്ക് ചാഞ്ഞു. മയങ്ങി വീണതെന്നാണ് ആദ്യം കരുതിയത്. തട്ടി വിളിച്ചിട്ടും അനങ്ങാതിരുന്നപ്പോൾ മരിച്ചുപോയോ എന്ന് ഞാൻ സംശയിച്ചു. ദേണ്ട ഇയാള്. യാത്രയിലായിരുന്ന കണ്ണുകളെല്ലാം എന്നെ ശ്രദ്ധിച്ചു. അവരിൽ ചിലർ വന്ന് അയാളെ എൻ്റെ മടിയിലേക്ക് കിടത്തി കുലുക്കി വിളിക്കുന്നുണ്ട്. കണ്ടക്ടറാണ് മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് നീളനൊരു വിസിലടിയും. ബസ് നിന്നു. എന്തായാലും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂവെന്ന് വിവരമുള്ള ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതെല്ലാവരും ശരിവെച്ചു. അങ്ങനെ കണ്ടക്ടർ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ആ മനുഷ്യനുമായി ബസ് ആശുപത്രിയിലേക്ക് ചലിക്കാൻ തുടങ്ങി. ആ അപരിചിതൻ അപ്പോഴും എൻ്റെ മടിയിലായിരുന്നുവെന്ന് പ്രത്യേകം പറയുന്നു. കണ്ടക്ടർ ബലമായി അടച്ച കണ്ണുകളുള്ള ആ മുഖത്തേക്ക് എനിക്ക് നോക്കാനേ കഴിഞ്ഞില്ല. യാത്ര തുടങ്ങിയ സ്റ്റാൻഡിൽ നിർത്തിയിരുന്ന ബസ്സിൽ ഞാനാണ് ആദ്യം കയറിയിരുന്നത്. മകളുടെ വീട്ടിലേക്ക് പോകുകയാണ്. എത്തുമ്പോഴേക്ക് നേരം ഇരുട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കൊച്ചുമോൾക്കുള്ള കളിപ്പാട്ടങ്ങളും പലഹാരവുമൊക്കെ ഒരു സഞ്ചിയിൽ ഞാൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇരുട്ടിയാലും സാരമില്ല, ഇറങ്ങിയാൽ ഓട്ടോ പിടിച്ച് നേരെ അങ്ങ് പോയാൽ മതി. വൈകാതെ പലരും കയറി വന്ന് ആരുമില്ലാത്ത സീറ്റുകൾ തിരഞ്ഞിരുന്നു. അയാൾ വരുമ്പോഴും ഒഴിഞ്ഞ സീറ്റുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും സമപ്രായമെന്ന് തോന്നിക്കുന്ന ആ മനുഷ്യൻ ജനാലയുടെ അരികിൽ സ്വസ്ഥമായി ഇരിക്കുന്നുണ്ടായ എൻ്റെ അരികിലായി തന്നെ ഇരുന്നു. എൻ്റെ മടിയിലേക്ക് തന്നെ മരിച്ചു വീഴണമെന്ന പോലെ. വരൾച്ചയിലേക്ക് തൊണ്ടയിറങ്ങിയ പരവേശത്തിൽ ഞാൻ ഇരിക്കുകയാണ്. സീറ്റിന് ചുറ്റുമുണ്ടായിരുന്നവരുടെ കണ്ണുകൾ എൻ്റെ മടിയിൽ കിടക്കുന്ന മരിച്ചുപോയവൻ്റെ തലയിലേക്കായിരുന്നു. ആശുപത്രി എത്തും വരെ വേഗതയിൽ അനങ്ങുന്ന ഒരു നിശ്ചല ചിത്രം പോലെ ഞങ്ങൾ തുടർന്നു. എത്തിയെന്ന് തോന്നുന്നു. ആരൊക്കെയോ ആ അപരിചിതനെ എൻ്റെ മടിയിൽ നിന്നും എടുത്ത് താങ്ങി പുറത്തേക്ക് കൊണ്ടുപോയി. അവരുടെ പിറകെ പോകാൻ എനിക്ക് തോന്നിയില്ല. ആ മനുഷ്യന് മരിച്ചു വീഴാൻ എന്നെ മാത്രമേ ഈ ലോകത്തിൽ കിട്ടിയുള്ളൂവെന്നായിരുന്നു അപ്പോഴും എൻ്റെ ചിന്ത. അത് വിട്ടുകള, മനുഷ്യരുടെ കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ തൂങ്ങിപ്പിടിച്ചുള്ള ഇരുത്തം കണ്ടപ്പോൾ മറ്റൊരു സഹയാത്രികൻ പറഞ്ഞതാണ്. ഞാൻ അയാൾക്കൊരു പരാജയപ്പെട്ട പുഞ്ചിരിയെ സമ്മാനിച്ചു. ഏറെ വൈകാതെ ആശുപത്രിയിലേക്ക് ഇറങ്ങിപ്പോയവരെല്ലാം തിരിച്ചു കയറി. കണ്ടക്ടർ നീട്ടി ഒരു വിസിലും അടിച്ചു. ജീവിച്ചിരിക്കുന്നവർക്ക് വിശ്രമമില്ലല്ലോ. ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു. എന്നിരുന്നാലും ജീവിതകാലം മുഴുവൻ എത്തേണ്ടയിടത്ത് എത്താതെ ശരീരത്തിൽ നിന്ന് വീണുപോയ ആ അപരിചിതനെ എനിക്ക് ഓർത്തല്ലേ പറ്റൂ. ആരൊക്കെ മറന്നാലും എനിക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. തന്നിലേക്കൊരു മരണം കുഴഞ്ഞു വീണപ്പോൾ ഭയന്ന ദേഹത്തിൻ്റെ വിറച്ചിൽ ഇപ്പോഴും നിന്നിട്ടില്ല. ഒരാൾ തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വീണു പോകുന്നതാണോ അയാളുടെ മരണം? ഞാൻ നെഞ്ചിൽ കൈവച്ചുപോയി. ഭാഗ്യം, ജീവനുണ്ട്. 2 പേർക്കുള്ള സീറ്റിൽ അപ്പോഴും അയാൾ ഇരുന്ന ഇടം ഒഴിഞ്ഞു കിടക്കുകയാണ്. കാര്യമറിയുന്നത് കൊണ്ട് നിൽക്കുന്നവരിൽ ആരും അവിടെ ചന്തി അമർത്താൻ ധൈര്യപ്പെടുന്നില്ല. എനിക്ക് ആ നേരമില്ലാതിരുന്നത് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിരിക്കാനുള്ള ധൈര്യമായിരുന്നു. ജീവനുള്ളവരെക്കുറിച്ച് മരിക്കുന്നവർക്ക് യാതൊരു ചിന്തയുമില്ലെന്ന് അപ്പോഴെനിക്ക് തോന്നി. ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ എൻ്റെ തോളിലേക്ക് കൊഴിഞ്ഞു വീഴില്ലായിരുന്നുവല്ലോ. അത് നിങ്ങളുടേതാണോ? ഞാനിരുന്ന സീറ്റിൻ്റെ താഴേക്ക് ചൂണ്ടിയൊരു യാത്രക്കാരൻ എന്നോട് ചോദിച്ചു. നോക്കിയപ്പോൾ ചെറിയ ഒരു പ്ലാസ്റ്റിക് കവർ. അയാളുടേതായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അതെടുത്തു. മരിച്ചുപോയവൻ്റെ സഞ്ചിക്കകത്ത് എന്താണെന്നറിയാൻ പലരും ആകാംക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ കീ കൊടുത്താൽ കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു കറുത്ത കൊരങ്ങച്ചാരുടെ പാവയായിരുന്നു. എൻ്റെ കൊച്ചുമോളുടെ പ്രായത്തിൽ അയാളെ കാത്തിരിക്കാൻ എവിടെയോ ഒരു കുഞ്ഞുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ഓർത്തപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയി. ബസ് നിന്നു. ആരൊക്കെയോ ഇറങ്ങിപ്പോയി. കയറി വന്നവരിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അരികിൽ ഒഴിഞ്ഞു കിടന്നിരുന്ന ആ ഇടത്തിൽ കഥയറിയാതെയിരുന്നു. അപ്പോഴേക്കും എല്ലാവരും എല്ലാം മറന്നതുപോലെ അവരവരുടെ കാഴ്ചകളിലേക്ക് പതിയെ തിരിഞ്ഞിരുന്നിരുന്നു. അല്ലെങ്കിലും
മരിച്ചുപോയവരെ ഓർത്ത് ജീവിതത്തിൽ നിന്ന് പോയിട്ട് എന്ത് കാര്യം? ഈ ലോകം ജീവനുള്ളവർക്ക് പോലും ഒരു നിമിഷം എവിടെയും കാത്തു നിൽക്കുന്നില്ലല്ലോ. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം പറയുക. അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു ഓൾ.